ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെയുള്ള സാധാ പേപ്പർ കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കാർഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണ്ടല്ലോ സിമ്പിളാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. അത് രണ്ടായിട്ട് മടക്കി എടുക്കുക. ശേഷം ഒരു വീട് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പൂക്കളിലൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. മെല്ലെ സമാധാനത്തിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കാരണം ഞാൻ സ്പീഡിൽ കാണിച്ചു പോയാൽ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കുക. ഞാനിവിടെ ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തത്. അതൊന്ന് വരച്ചെടുക്കുക. ശേഷം ജനാലക്കമ്പി പോലെ, നമ്മുടെ വീടിൻ്റെ ജനാലക്കമ്പി പോലെ അല്ല കേട്ടോ, ക്രിസ്മസ് വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു സംഭവം, അത് തന്നെ. പിന്നെ ഡോറ് വരയ്ക്കണം. അതിന് രണ്ട് വര വരച്ചിട്ട് അതിലൊരു റായും കൂടി വരച്ച് സെറ്റായിക്കോളും. പിന്നെ എൻ്റെ ചില ഐഡിയകൾ ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രം ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് ഒന്ന് അലങ്കരിക്കാം എന്ന് വിചാരിച്ചു. മുകളിൽ വെക്കാനുള്ളതാണ് കേട്ടോ ഇത്. ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വീടായ ഡോറ് വേണം, ഡോറായ തുറക്കണം എന്ന് പറയുന്ന പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ, അതായത് പകുതി തുറക്കാൻ പറ്റുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ക്രിസ്മസ് ട്രീ ഇല്ലാതെ നമുക്ക് കാർഡ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആവും എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനിവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഗ്ലിറ്റർ ഷീറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ ഒരു തിളക്കത്തിന് വേണ്ടി മാത്രം, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഒരു പേപ്പർ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ മടക്കുക. അതിനുശേഷം ഡോറിൻ്റെ ഒരു പോർഷനിൽ വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് ഡോർ അടച്ചു നോക്കുക, അനാവശ്യമായിട്ട് മുറിച്ച് മാറ്റുക. പിന്നെ ഡോറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി സാധാ ഒരു റെഡ് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ അളവെടുത്ത് ഒട്ടിച്ച് മുറിച്ച് കഴിഞ്ഞാൽ സാധനം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് അവിടെ കിടക്കും. പിന്നെ നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഒരുപാട് ക്രാഫ്റ്റ് ചെയ്ത് ക്രിസ്മസ് അപ്പൂപ്പനെ വരയ്ക്കാൻ ഈസി ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ ഡോറിനേക്കാൾ വലിയ ക്രിസ്മസ് അപ്പൂപ്പൻ വേണ്ട കേട്ടോ, കാരണം ഇത് നമുക്ക് അകത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു അളവിൽ മതി. നമുക്ക് സൈഡ് എക്സ്ട്രാ ഉള്ള പേപ്പർ ഒന്നും വേണ്ട, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ആ ഒരു ഡോറ് തുറന്ന് ആ പേപ്പർ പീസിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സാധന സാമഗ്രികളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഡോറിലും ഗ്ലിറ്റർ ഷീറ്റ് ഒരു 4 ഭാഗമായിട്ട് മുറിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഇവിടെ എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ബോ കൂടി ഞാൻ എനിക്ക് പെട്ടെന്ന് വരയ്ക്കാൻ തോന്നിയിട്ട് വരച്ചതാണ് കേട്ടോ. ആ ഒരു ബോ കൂടി ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു ചെറിയ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഒരു ബ്ലാക്ക് പെന്ന് കൂടി ഉപയോഗിച്ചിട്ട് ഞാൻ ചില അതായത് ഔട്ടർ ലൈൻ പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അകത്തൊരു മെരി ക്രിസ്മസ് എന്നൊരു ചെറിയൊരു വിശ്വാസം കൂടി എഴുതിയിട്ട് ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ പണി ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് വിശ്വസ് പറയുന്ന പോലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ. അപ്പോൾ സംഭവം സെറ്റായാലോ. അടുത്ത കാർഡ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്ത പോലെ ഒരു പേപ്പർ എടുക്കുക, അതൊന്ന് രണ്ടായിട്ട് മടക്കുക. പിന്നെ ഒരു റെഡ് കളർ പേപ്പർ എടുക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങനെ വെച്ചൊന്ന് അളവെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ ഒരു എണ്ണമയം, അപ്പോൾ കട്ടിങ് ആ ഒരു വഴിക്ക് പോയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട പാട്ടാണ് കേട്ടോ. ഇതെനിക്ക് പ്രത്യേകിച്ച് അളവൊന്നും എടുത്തില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അളവ് പറയണം. ഒരു 8 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് അരഭാഗം ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ബാക്കി കറക്റ്റ് 2 4 അങ്ങനെയൊന്ന് മടക്കി നിവർത്തുക കേട്ടോ. എന്നിട്ട് ആ 1/2 സെൻറ്റിമീറ്റർ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ 2 സൈഡും ഫെവിക്കോൾ തേക്കുക. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം ആ സമയത്തിൽ. ഫ്രണ്ടിൽ ബ്ലാങ്ക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത്ര വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ബോ ഞാൻ അലങ്കാരത്തിന് വേണ്ടി ഒന്ന് വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ക്രിസ്മസ് ട്രീ വരച്ചു. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ആയിട്ടാണ് ഞാനൊന്ന് വരച്ചെടുത്തത്. ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയും കൂടി വരച്ചു. എപ്പോഴും വരയ്ക്കുമ്പോൾ ആലോചിക്കും കേട്ടോ, ക്രിസ്മസ് അപ്പൂപ്പൻ വല്ല ബ്ലൂ കളർ ഡ്രസ്സിലും കളറ് ചെയ്താലോ എന്ന്. പിന്നെ വിചാരിക്കും റെഡ് തന്നെയാണ് അതിൻ്റെ ഭംഗിയെന്ന്. റെഡ് അല്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആദ്യമൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് കളർ റെഡ് തന്നെയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുകൂടി കട്ട് ചെയ്ത ശേഷം ആ ഒരു സ്ക്വയർ നമ്മൾ ഒട്ടിച്ചെടുത്തില്ലേ, അതിലൊന്ന് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഫെവിക്കോൾ തന്നെ മതി കേട്ടോ. ഇത് എക്സ്ട്രാ ഞാൻ ചെയ്തെടുത്താണ്, ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചാൽ മതി. ഒരു വൈറ്റ്നർ ഉപയോഗിച്ച് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിഷസ്, അതിപ്പോൾ എന്ത് വിഷസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഗൂഗിൾ നോക്കിയിട്ടൊന്ന് കോപ്പി ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ളത് എഴുതാം, നമുക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ. നമുക്കിഷ്ടമുള്ളത് നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ വിശ്വാസം അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട്
ഫ്രണ്ട്സിനൊക്കെ കാഷ്വലായിട്ട് കൊടുക്കാൻ പറ്റിയതും ഈസി ആയിട്ടുള്ളതുമായ 2 കാർഡ് ഐഡിയാസാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ.